എല്ലാവർക്കും സ്റ്റോറി മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. നമ്മുടെ കഥയുടെ പേര് കലിപ്പൻ്റെ കാന്താരി. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ കഥ മുഴുവനായും കേട്ട് കഴിഞ്ഞിട്ട് ഈ കഥയുടെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കൂടി പറയാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോയാലോ. പഴയതൊക്കെ മറക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മോന് അതൊന്നും മറക്കാൻ സാധിക്കില്ലെന്ന് ഈ അമ്മയ്ക്ക് നന്നായി അറിയാം. കാരണം നീ 23-ാം വയസ്സിനുള്ളിൽ പലതും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ നിൻ്റെ പഴയ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കണം. ഈ അമ്മയ്ക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ. നീ ഒരു പ്രശ്നത്തിനും പോകരുത്. നീ ആരോടും കൂട്ടുകൂടാനും പോവണ്ട. ആദിത്യൻ നിൻ്റെ ഒപ്പമുണ്ടാവും. നീ അവനെ സുഹൃത്തായല്ലോ, ഒരു കൂടപ്പിറപ്പായല്ലേ കാണുന്നേ. മെയിൻ ഗേറ്റ് കണ്ടപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരം അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങി. അമ്മ പറഞ്ഞത് ശരിയാണ്. ഈ 23-ാം വയസ്സിനുള്ളിൽ ഞാൻ അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല. കോളേജ് ക്യാമ്പസ് കണ്ടപ്പോൾ പഴയ ചില ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. അതെൻ്റെ കണ്ണ് നനച്ചു. എൻ്റെ പേര് അജയ്, 21 വയസ്സ്. എനിക്ക് അമ്മ മാത്രമാണുള്ളത്. അച്ഛൻ എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. ഞാൻ ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഈ ലോകം വിട്ടുപോയി. അമ്മ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ടാണ് ഞാൻ +2 വരെ പഠിച്ചത്. പിന്നെ ഞാൻ തന്നെ എനിക്ക് പഠിക്കാനുള്ള പണം ഒരു ഹോട്ടലിൽ സപ്ലയറായി പാർട്ട് ടൈമായി സമ്പാദിച്ചു. ഡിഗ്രി ലൈഫാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഒരു വക്കീലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ലോ കോളേജിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പഠിക്കണം, അമ്മയുടെ സ്വപ്നങ്ങൾ നടത്തി കൊടുക്കണം എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്നെ ഓർത്ത് ഒരുപാട് കണ്ണീർ കുടിച്ച ആളാണ് എൻ്റെ അമ്മ. ഞാൻ പതിയെ മെയിൻ ഗേറ്റ് കടന്ന് അകത്ത് കയറി. ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അഡ്മിഷൻ കിട്ടാൻ താമസിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലാസ് മിസ്സായിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിക്ക് ഇരുവശവുമായി ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അല്പം മുന്നിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് സ്റ്റാൻഡിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അതിനു ചുറ്റും 3 പേർ നിൽക്കുന്നുണ്ട്. കോളേജിലെ സീനിയേഴ്സ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. എന്നെ കണ്ടതും അവരെന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഫസ്റ്റ് ഇയർ ആണോടാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ബുള്ളറ്റിൻ്റെ മുകളിലിരിക്കുന്ന ചേട്ടൻ താടി തടവിക്കൊണ്ട് എന്നോട് ചോദിച്ചു. അതെ, ഞാനൊരു നേരിയ ശബ്ദത്തിൽ മറുപടി കൊടുത്തു. എന്താടാ, നിനക്ക് ശബ്ദമില്ലേ? എന്താ നിന്റെ പേര്? അജയ്. ഞാൻ വീണ്ടും നേരിയ ശബ്ദത്തിൽ തന്നെ മറുപടി കൊടുത്തു. എടാ, കണ്ടാൽ തന്നെ അറിയാം ഇതൊരു പേടിത്തൊണ്ടനാണെന്ന്. ഇവനോട് പോകാൻ പറ. ബുള്ളറ്റിൻ്റെ പുറത്ത് കൈയും ചാരി നിന്ന ചേട്ടൻ അതിലിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു. ആ ശരി, പോ. എന്നെ നോക്കി ഒരു ദേഷ്യം കടന്ന ഭാവത്തിൽ ബുള്ളറ്റിന് മുകളിലിരിക്കുന്ന ചേട്ടൻ പറഞ്ഞു. ഞാൻ നടന്ന് കോളേജ് കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറി. ആരോടും ക്ലാസ് എവിടെയാണെന്ന് ഞാൻ തിരക്കിയില്ല. കുറച്ച് നടന്ന ശേഷം ഞാൻ കണ്ടുപിടിച്ചു. ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സമാസമമാണ്. ഞാൻ അകത്ത് കയറി മുൻപിൽ ഒഴിഞ്ഞു കിടന്ന ഒരു ബെഞ്ചിലിരുന്നു. ആരാ, പുതിയ അഡ്മിഷനാണോ? ക്ലാസ്സിലെ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അതെ, പുതിയ അഡ്മിഷനാ. അതിന് മറുപടി പറഞ്ഞത് ഞാനല്ല, ആദിത്യനാണ്. അവൻ അവൻ്റെ ബാഗും എടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ആദിത്യൻ എൻ്റെ ഉറ്റ സുഹൃത്താണ്. 5ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ച് കളിച്ച് പഠിച്ചു വളർന്ന കൂട്ടുകാർ. ഞങ്ങളുടെ സൗഹൃദം കണ്ടിട്ട് ചിലർ സഹോദരങ്ങളാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഒരേ വയറ്റിൽ പിറന്നില്ലെങ്കിലും അവൻ എനിക്കും ഞാൻ അവനും സഹോദരൻ തന്നെയാണ്. എൻ്റെ എല്ലാ കഥയും അറിയാവുന്നവനാണ്. എൻ്റെ സന്തോഷത്തിലും അതിലുപരി ദുഃഖത്തിലും കൂടെ ഉണ്ടായിട്ടുണ്ടവൻ. അതുകൊണ്ട് തന്നെയാണ് ഡിഗ്രിയോടൊപ്പം പഠിത്തം നിർത്തി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആദിത്യൻ ഞാൻ തുടർന്ന് പഠിക്കുന്നുണ്ടെന്നറിഞ്ഞ് ജോലി ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വീണ്ടും പഠിക്കാനായി പുറപ്പെട്ടത്. അവനറിയായിരുന്നു അവനും കൂടെ ഇല്ലെങ്കിൽ ഞാനിവിടെ തീർത്തും ഒറ്റപ്പെടുമെന്ന്. അവന് നേരത്തെ തന്നെ അഡ്മിഷൻ കിട്ടി ക്ലാസ്സിന് വന്ന് തുടങ്ങിയിരുന്നു. കോളേജിനെ കുറിച്ചുള്ള ഏകദേശ രൂപം അവൻ മനസ്സിലാക്കിയിരുന്നു. നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? രാവിലെ നീ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ബൈക്കിൽ നമുക്കൊന്നിച്ച് വരായിരുന്നല്ലോ. അവൻ്റെ ചോദ്യമാണ് ചിന്തകളിൽ നിന്നും എന്നെ ഉണർത്തിയത്.
അത് ഞാൻ ആലോചിച്ചപ്പോൾ എന്തിനാ വെറുതെ ക്ലാസ് മിസ്സാക്കുന്നെന്ന് തോന്നി. അതുകൊണ്ടാ വന്നത്. ഞാൻ ആദ്യത്തിന് മറുപടി കൊടുത്തു. ആ, അതും ശരിയാ. അപ്പോഴേക്കും ക്ലാസ്സിലെ മറ്റുള്ളവർ എന്നെ പരിചയപ്പെടാനായി എൻ്റെ മുന്നിൽ വന്നു. ഞാൻ ആരോടും മിണ്ടില്ല, തല കുനിച്ചിരുന്നു. ഓ, ഇവരെന്ത് ഷോയാടാ, ഒന്ന് പരിചയപ്പെടുന്ന പോലുമില്ല. ക്ലാസ്സിലെ പല കുട്ടികളും ഈ വാക്കുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ആദിത്യൻ എന്നെ പരിചയപ്പെടാൻ വന്നവരെ ഒഴിവാക്കി വിട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ ഒരു അധ്യാപകൻ വന്ന് എന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല. എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പുച്ഛത്തോടെയുള്ള ചിരിയാണ് എല്ലാവരിലും കണ്ടത്. ഞാൻ തിരിച്ച് എൻ്റെ സീറ്റിൽ വന്നിരുന്നു. മുൻപിലുള്ള ബെഞ്ചായതുകൊണ്ട് ഞാനും ആദിത്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എൻ്റെ തോളിൽ തട്ടി ചിരിച്ചു കാണിച്ചു. അതോടെ മനസ്സിലെ സങ്കടങ്ങൾ കുറച്ച് നേരത്തെങ്കിലും പോയി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞതും ഇൻ്റർവെല്ലായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഒരു കമൻറ്റ് കേട്ടു. എടാ, ഇവനാണ് തന്നെയാണോടാ, എന്തോന്ന് ജന്മം. ഞാൻ ഒരു നിമിഷം നിശ്ചലനായി. ഉടനെ തന്നെ ആദിത്യൻ എൻ്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഞങ്ങൾ ക്യാമ്പസിനുള്ളിലെ ഒരു മരത്തണലിലിരുന്നു. എടാ, അവന്മാർ പലതും പറയും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിന്നെ നിന്റെ അമ്മ എൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പാർട്ടിയൊന്നുമില്ല, എങ്കിലും ക്ലാസ് ബേസ് ചെയ്ത് ഗ്യാങ് ഉണ്ട്. നീ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ തല്ല് പതിവാണ്. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവൻ അതും പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഞാനുണ്ടടാ കൂടെ. അതും പറഞ്ഞ് ആദിത്യൻ എൻ്റെ തോളോട് തോൾ ചേർത്തു. തൊട്ടടുത്തെ ഒരു മരച്ചവിട്ടിൽ ഒരു പ്രണയ ജോഡി കൈകോർത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു. ആദിത്യൻ അത് കാണുന്നുണ്ടായിരുന്നു. നിന്റെ ഒരു കാര്യം ഓരോന്നോർത്ത് കരയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. അതും പറഞ്ഞ് എൻ്റെ കണ്ണുകളിൽ നിന്നും വന്ന കണ്ണുനീർ അവൻ്റെ വിരലുകൾ കൊണ്ട് തുടച്ച ശേഷം എന്നെയും കൂട്ടി അവൻ ക്ലാസ്സിലേക്ക് നടന്നു. ഞങ്ങൾ ക്ലാസ്സിലെത്തി ബെഞ്ചിലിരുന്നു. ക്ലാസ് മുഴുവൻ ഞാൻ തന്നെയാണ് ചർച്ച. കേട്ട് സഹിക്കാൻ വയ്യാതെ ആദിത്യൻ എഴുന്നേറ്റു. ദയവ് ചെയ്ത് ഇവനെ വെറുതെ വിടണം. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയുണ്ട് സംസാരിക്കാൻ? ഇങ്ങനൊരു കുട്ടി ക്ലാസ്സിലില്ലെന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ സീറ്റിലിരുന്നു. ഓ, മറ്റവനെ പറഞ്ഞപ്പോൾ ഇവനെ ദഹിച്ചില്ലടാ. ഇവന്മാർ ഭാര്യ ഭർത്താക്കന്മാരാണോടാ? ഒരുത്തൻ്റെ കമൻറ്റ്. അതിന് ആദിത്യൻ്റെ വക നല്ല ചീത്ത അവന് കിട്ടി. പിന്നെ ആരും മിണ്ടില്ല. ദിവസങ്ങൾ കഴിവേ കളിയാക്കലും പരിഹാസവും കൂടി വന്നു. പക്ഷെ ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങി 3-ാം ദിവസം ഇൻ്റർവെൽ സമയത്ത് ഞങ്ങളുടെ 3rd ഇയേഴ്സ് ചേട്ടന്മാർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. ഇവിടെ ഏതാടാ ഒരു മിണ്ടാപ്പൂച്ചയുള്ളത്? വന്നപാടെ ഒരു ചേട്ടൻ ചോദിച്ചു. എല്ലാവരും എൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. ആരോ എന്നെക്കുറിച്ച് സീനിയേഴ്സിനെ അറിയിച്ചതിനെ തുടർന്നാണ് അവരുടെ ഇപ്പോഴത്തെ വരവ്. വന്ന ചേട്ടന്മാരെല്ലാം എന്നെ വളഞ്ഞു. നിനക്കെന്താടാ, ക്ലാസ്സിലെ ബാക്കി പിള്ളേരോട് സംസാരിച്ചാൽ? കയ്യിൽ കിടന്ന ഇടിവിളയിൽ പിടിച്ച് കറക്കിയാണ് ഒരു ചേട്ടൻ എൻ്റെ അടുത്തത് ചോദിച്ചത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ചേട്ടാ, ഇവനൊരു പാവാണ്, ഇവനെ വെറുതെ വിടണം. ആദിത്യൻ അവരോട് അപേക്ഷിക്കുന്ന പോലെ ഞാൻ കേട്ടു. നീ മിണ്ടരുത്, ഒരു ചേട്ടൻ അതും പറഞ്ഞ് ആദിത്യനെ തള്ളി മാറ്റി. ഇവനൊന്നും മിണ്ടുന്നില്ലല്ലാടാ, ഇവനൊരു പണി കൊടുക്കാം. ഒരു സീനിയർ ചേട്ടൻ അതും പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടി അവളെ മുന്നിലേക്ക് വിളിച്ചു. ഗീതു, അതാണ് ആ പെൺകുട്ടിയുടെ പേര്. ക്ലാസ്സിൽ അല്പമെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ അത് അവൾക്കാണ്. ഒരു കോടീശ്വരൻ്റെ മകൾ. അതാകാം അവളുടെ ആ തൻ്റെ ഇടത്തിൻ്റെ കാരണം. അവൾ കൂളായി വിളിച്ച ചേട്ടൻ്റെ മുന്നിൽ പോയി നിന്നു. ഡാ, നീ ഇവളോട് ഐ ലവ് യു എന്ന് പറയണം, പറയടാ, സീനിയർ ചേട്ടൻ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. എടാ, നിന്നോട് പറയാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് വന്ന ചേട്ടന്മാരിലൊരാൾ എൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു. ഞാൻ പറയില്ല. അന്ന് വരെ എൻ്റെ പതുങ്ങിയ ശബ്ദമാണ് എല്ലാവരും കേട്ടത്. എന്നാൽ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം ഉറച്ചതും ഒപ്പം ദേഷ്യം കലർന്നതുമായിരുന്നു. ക്ലാസ്സിലെ എല്ലാവരും ഒന്ന് നെട്ടി. ആദിത്യൻ
തലയിൽ കൈവച്ച് നിൽക്കാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ ഭഗവാനെ, അവൻ പതുക്കെ പറയുന്നത് ഞാൻ കേട്ടു. സീനിയേഴ്സിൻ്റെ അടുത്ത് കയർത്ത് സംസാരിക്കുന്നോടാ എന്നും പറഞ്ഞ് അതിലൊരു ചേട്ടൻ എന്നെ വലിച്ച് പുറത്തേക്കിട്ടു. ഞാൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വീണു. ഞങ്ങളുടെ ക്ലാസ് ഏറ്റവും താഴത്തെ നിലയിലാണ്. 4 സൈഡും 3 നിലയുള്ള കെട്ടിടങ്ങളാണ്. നടുക്ക് ചെറിയൊരു മൈതാനം പോലെയുണ്ട്. എന്നെ അവിടേക്കാണ് അവർ തള്ളിയിട്ടത്. 4 ചുറ്റും നിന്ന വിദ്യാർത്ഥികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്രീ ആയി ഒരടി കാണാൻ കിട്ടിയ അവസരം. ഞാൻ പതിയെ വീണെടുത്ത് നിന്നും എഴുന്നേറ്റ് ഉടൻ തന്നെ ആ ചേട്ടന്മാർ എന്നെ വളഞ്ഞു. പറഞ്ഞാൽ നിനക്കനുസരിക്കാൻ വയ്യല്ലേടാ എന്നും പറഞ്ഞ് അതൊരു ചേട്ടൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. ഞാൻ പുറത്തേക്കുള്ള ഒരു ചെറിയ മൺതട്ടിലേക്ക് വീണു. ഞാൻ പതിയെ എഴുന്നേറ്റു. എൻ്റെ കൈമുട്ട് മുറിഞ്ഞു ചോര വരുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാൻ തല്ലാനൊന്നും പോകുകയോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യില്ല. പക്ഷെ എൻ്റെയോ ആദിത്യൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പടിഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ തന്ന വാക്കങ്ങ് മറക്കും. ആദ്യ ദിവസം അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടി എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ആദിത്യനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ടടാ, പൊളിച്ചടക്കട അവന്മാരെ. എന്നെ അടിക്കാൻ വന്ന ചേട്ടൻ്റെ അടുത്ത് നിന്ന് അടവ് തിരിഞ്ഞ് വെട്ടിമാറിയ കണ്ട എന്നെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നെ തല്ലാൽ വന്ന ഓരോരുത്തരെയും ഞാൻ പഠിച്ച അഭ്യാസമുറകൾ ഉപയോഗിച്ച് ഞാൻ അടിച്ചിട്ടു. 5 മിനിറ്റിന് ശേഷം തറയിൽ കിടന്ന് പുളയുന്ന 6 സീനിയേഴ്സിനെയാണ് കോളേജ് മൊത്തം കാണുന്നത്. പിന്നെ എന്നെ അടിക്കാൻ വന്നവരും ഒന്ന് പേടിച്ച് തിരിഞ്ഞു. അധ്യാപകർ ഉൾപ്പെടെ നോക്കി നിൽക്കുകയാണ്. കോളേജിൻ്റെ 4 ചുമരിൽ നിന്നും ആർപ്പ് വിളികൾ മുഴങ്ങുന്നത് ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ആദ്യം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇപ്പോഴാടാ നീ പഴയ അജയ് ആയത്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, എനിക്കൊരിക്കലും ആ പഴയ അജയ് ആവാൻ ഇനി കഴിയില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവൻ എന്നെയും കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. ആരൊക്കെ വന്ന് തറയിൽ കിടക്കുന്ന ചേട്ടന്മാരെ അവിടെ നിന്നും മാറ്റി. ഞങ്ങൾ ക്ലാസ്സിൽ കയറി ഞങ്ങളുടെ സീറ്റിലിരുന്നു. എന്നെ പുച്ഛത്തോടെ നോക്കിയവരുടെ കണ്ണിൽ ചെറിയ ഭയം നിഴലടിച്ചു. എടാ, ഇവന് കരാട്ട അറിയാമോ? ഒരു ഭയത്തോടെയാണ് ക്ലാസ്സിലെ റെപ്രസെൻറ്റീവായ ഹരി ആദിത്യനോട് ചോദിച്ചത്. എടാ പൊട്ട, ഇത് കരാട്ടയൊന്നും അല്ല, കളരിപ്പയറ്റാണ്. ഇവൻ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് കളരിപ്പയറ്റ് പഠിക്കാൻ. അത് മാത്രമല്ല, ഇവൻ കളരി കുലത്തിൽ കുറച്ചുനാൾ കളരി പഠിക്കാനും പോയിട്ടുണ്ട്. കളരി ആശാനാണിവൻ. ഇത്രയും ഉച്ചത്തിൽ പറഞ്ഞ് തല ഉയർത്തിയിരിക്കുന്ന ആദിത്യനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ തന്നെ ക്ലാസ് ട്യൂട്ടർ ക്ലാസ്സിൽ വന്ന് എൻ്റെ മുന്നിൽ നിന്നു. താനൊരു പാവാണെന്നാണ് ഞാൻ കരുതിയത്. സീനിയേഴ്സിനെ, അതും ആ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് നടക്കുന്ന അവന്മാരെ തന്നെ തനിക്ക് തല്ലണമായിരുന്നു. സാറ് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. സാർ, അതവർ എന്നെ തല്ലിയപ്പോൾ. ആ മതി, പ്രിൻസിപ്പൽ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ല്. എന്ത് പണിഷ്മെൻ്റ് ആണെന്ന് അറിയാലോ. സാർ ഇത്രയും പറഞ്ഞ് ക്ലാസ്സിൽ നിന്നും പോയി. ഞാൻ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. ഡാ, നീ എങ്ങോട്ടാ? ആദിത്യൻ എന്നോട് തിരക്കി. ഞാൻ പ്രിൻസിപ്പളുടെ റൂം വരെ. ഞാനും വരുന്നുണ്ട്, ആദിത്യൻ പറഞ്ഞു. നീ വരണ്ട, ഇതിൻ്റെ പേരിൽ നിനക്കൊന്നും ഉണ്ടാകരുത്. നീ ക്ലാസ്സിലിരിക്ക്, ഞാൻ പോയിട്ട് വരാം. ഞാൻ അതും പറഞ്ഞ് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോയി. പോയ വഴിക്ക് എന്നെ എല്ലാവരും ഒരു ആകാംക്ഷയോടെ വീക്ഷിക്കുന്നത് ഞാൻ കണ്ടു. മേ ഐ കമ്മിങ് സാർ? ഞാൻ പ്രിൻസിപ്പളുടെ റൂമിനുള്ളിലേക്ക് നോക്കി ചോദിച്ചു. അപ്പോൾ ഈ കഥയുടെ ബാക്കി എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ നമുക്ക് വേഗം തന്നെ കേൾക്കാം കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക.